ഹലോ, അപ്പം ഞാനിന്നിവിടെ സമൂസ ഷീറ്റ് വെച്ചിട്ടുള്ള എഗ് പഫ്സ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായി ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. സവാളയും ഒരു പച്ചമുളകും അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സവാള ഇതുപോലെയാണ് അരിഞ്ഞെടുത്തത്. അതിനുശേഷം എഗ്ഗ് കുക്കറിൽ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് അരിഞ്ഞു വെച്ച സവാളയും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് സവാള നന്നായി വഴന്നു വരുന്നത് വരെ മിക്സ് ചെയ്യുക കേട്ടോ. സവാള ഈ ഒരു രീതിയിൽ വഴന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറി മസാലപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി ഇത്രയും പൊടികൾ ആഡ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മസാല റെഡിയായി. ഇനി പുഴുങ്ങി വെച്ച എഗ്ഗ് നമുക്ക് 2ആയി കട്ട് ചെയ്തെടുക്കണം. സമൂസ ഷീറ്റ് ഒട്ടിക്കാനുള്ള മൈദ ജസ്റ്റ് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ കാണിക്കുന്നത് പോലെ 2 സമൂസ ഷീറ്റ് എടുത്ത് ഇതുപോലെ വെക്കണം. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും വെച്ച് പുഴുങ്ങി വെച്ച മുട്ടയും കൂടെ വെച്ചിട്ട് ഞാൻ കാണിക്കുന്നത് പോലെ ഇതുപോലെ റോൾ ചെയ്ത് മൈദപ്പൊടി കലക്കിയത് വെച്ച് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ പഫ്സ് ഈ ഒരു രീതിയിലാവണ വരെ നമ്മൾ ചെയ്തെടുക്കണം എല്ലാം. എന്നിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല രീതിയിൽ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പഫ്സ് റെഡിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.